സൂര്യപുത്രനായി ജനിച്ചിട്ടും സൂതപുത്രനായി വളരേണ്ടി വന്ന കർണൻ എന്ന മഹായോദ്ധാവിൻ്റെ കഥയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായി പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു പുതിയ യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. മഹാനായ ദുർവാസാവ് മഹർഷി കുന്തിയിൽ സമൃദ്ധയായി അവൾക്ക് ദേവന്മാരെ പ്രസാദിപ്പിച്ച് പുത്രപ്രാപ്തിക്കുള്ള വരം നൽകുകയുണ്ടായി. എന്നാൽ കുന്തി തൻ്റെ ആകാംക്ഷ മൂലം ഇതിൽ സൂര്യദേവനെ ആദ്യം വിവാഹത്തിന് മുമ്പ് തന്നെ വിളിച്ച് ആവാഹിക്കുകയും അങ്ങനെ സൂര്യദേവനിൽ കുന്തിക്ക് കർണൻ എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. വിവാഹത്തിന് മുമ്പുണ്ടായ കുട്ടിയായതിനാൽ സമൂഹത്തോടുള്ള ഭയവും അപമാനക്ഷതവുമെല്ലാം ഓർത്ത് കുന്തി ഈ പുത്രനെ വെള്ളത്തിൽ ഒഴുക്കി വിടുകയുണ്ടായി. അവരെ അതിരഥൻ, രാധ എന്നീ പറയുന്ന രണ്ട് വ്യക്തികൾ എടുത്തു വളർത്തുകയുണ്ടായി. അതായത് അതിരഥൻ എന്ന് പറയുന്നത് മഹാമാനായ ഭീഷ്മരുടെ രഥത്തിൻ്റെ സാരഥിയായിരുന്നു. അവർ സൊസൈറ്റിയിൽ വളരെ താഴ്ന്നൊരു ജാതിയിൽപ്പെട്ട വ്യക്തികളായിരുന്നു. അതിനാൽ തന്നെ അവരെ സൂതർ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ധനുർവിദ്യയിലാണെങ്കിലും ആയുധാഭ്യാസത്തിലാണെങ്കിലും വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജാതി സൂതരായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. കർണൻ പലപ്പോഴും വിദ്യകൾ നേടാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ സമൂഹം എപ്പോഴും തന്നെ കർണനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് പാണ്ഡവരെയും കൗരവരെയും ഗുരു ദ്രോണാചാര്യർ പഠിപ്പിക്കുമ്പോൾ കർണൻ അവിടെ പോവുകയും ഗുരു ദ്രോണാചാര്യരിൽ നിന്ന് വിദ്യ പ്രാപ്തമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഗുരു ദ്രോണാചാര്യർ ഈ കർണനെ ഒരിക്കലും അംഗീകരിച്ചില്ല. കർണനോട് പറയുകയുണ്ടായി, നീ ഒരു സൂതപുത്രനാണ്, സൂതന്മാർക്ക് ആയുധാഭ്യാസം നേടാനുള്ള യോഗ്യതയില്ല എന്ന് കർണനോട് പറയുകയുണ്ടായി. എന്നാൽ കർണൻ ദ്രോണാചാര്യരോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരും, ഭാരതവർഷത്തിലെ സർവ്വശ്രേഷ്ഠനായ ധനുർധാരിയായി താൻ തിരിച്ചു വരുമെന്നും തൻ്റെ ഗുരു ദ്രോണാചാര്യരുടെ സമസ്ത ശിഷ്യന്മാരെക്കാൾ ശ്രേഷ്ഠനായി താൻ മാറുമെന്നും ഗുരു ദ്രോണാചാര്യരോട് പറഞ്ഞ് കർണൻ യാത്രയായി. അങ്ങനെ കർണൻ ഭഗവാൻ പരശുരാമനെ കാണുകയും അദ്ദേഹത്തോട് ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലായിരുന്നു കർണൻ പോയത്. താൻ ഒരു ബ്രാഹ്മണനാണെന്ന് കള്ളം പറയുകയും അങ്ങനെ പരശുരാമനിൽ നിന്ന് എല്ലാ വിദ്യകളും പ്രാപ്തമാക്കുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ദേവേന്ദ്രൻ കർണൻ, അതായത് പരശുരാമനെ മടിയിൽ കിടത്തി ഉറക്കുന്ന സമയത്ത് ഒരു വണ്ടിൻ്റെ രൂപത്തിൽ വരികയും എന്നിട്ട് കർണൻ്റെ തുടയിൽ കുത്തി വേദനിപ്പിക്കുകയും ചെയ്തു. കർണൻ വേദന സഹിക്കാൻ വയ്യാതെ ഇരുന്നു, എന്നാലും അത് ഒരുവിധം സഹിച്ചിരുന്നു. എന്നാൽ കർണൻ്റെ കാലിൽ നിന്ന് രക്തമൊഴുകുകയുണ്ടായി. ആ രക്തം പരശുരാമൻ്റെ ദേഹത്ത് തട്ടുകയും പരശുരാമൻ നിദ്രയിൽ നിന്ന് ഉണരുകയും ചെയ്തു. എന്നിട്ട് പറയുകയുണ്ടായി, നീ ഒരു ബ്രാഹ്മണനായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഈ വേദന സഹിച്ചിരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു, പറയൂ നീ ആരാണെന്ന്. അപ്പോൾ കർണന് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നു. അപ്പോൾ പരശുരാമൻ കർണനെ ശപിക്കുകയുണ്ടായി, നീ പ്രാപ്തമാക്കിയ വിദ്യകളെല്ലാം നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ നിനക്ക് നഷ്ടപ്പെടുമെന്ന്. അതുപോലെ തന്നെ കർണൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാൾ എന്തോ ഒരു സാധനത്തെ ഇങ്ങനെ വിളിച്ച് വലിക്കുന്നത് കണ്ടു. എന്താണെന്ന് മനസ്സിലാകാതെ കർണൻ അബദ്ധത്തിൽ അസ്ത്രം ചെയ്യുകയും അതുമൂലം ഒരു വ്യക്തിയുടെ പശു മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ വ്യക്തി കർണനെ ശപിക്കുകയുണ്ടായി, നിന്റെ രഥം ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോകുമെന്ന്. ഈ ശാപങ്ങളൊക്കെയാണ് പിന്നീട് കർണന് വിനയായിട്ട് മാറിയത്. കർണൻ പിന്നീട് തിരിച്ചു വരികയുണ്ടായി. പാണ്ഡവരുടെയും കൗരവരുടെയും അരങ്ങേറ്റ സമയത്ത് അർജുനൻ എല്ലാവരേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ ധനുർവിദ്യകളും എല്ലാം പ്രദർശിപ്പിക്കുന്ന സമയത്ത് കർണൻ അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുകയും അർജുനേക്കാൾ ശ്രേഷ്ഠനായ രീതിയിൽ താൻ അർജുനേക്കാൾ ശ്രേഷ്ഠനാണെന്നും അർജുനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ അർജുനൻ കാണിച്ച അഭ്യാസങ്ങൾ തനിക്ക് കാണിക്കാൻ കഴിയുമെന്നും കർണൻ പറയുകയുണ്ടായി. എന്നാൽ അവിടെ താൻ ഒരു സൂതപുത്രനാണെന്ന ഐഡൻറ്റിറ്റി കർണന് വെളിപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. അതിനുശേഷം സൂതനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും വിദ്യകൾ പ്രാപ്തമാക്കാൻ സാധിക്കുക, സൂതപുത്രൻ പുറത്തു പോവുക തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് സമൂഹം കർണനെ കളിയാക്കിയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സൂതപുത്രൻ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയം ദുര്യോധനൻ കർണനെ ഒരു മിത്രത്തിൻ്റെ രൂപത്തിൽ വന്ന് സഹായിക്കുകയുണ്ടായി. ദുര്യോധനൻ കർണനെ അംഗരാജ്യത്തെ രാജാവായിട്ട് വിളംബരം ചെയ്യുകയുണ്ടായി. മഹാരാജാവ് ധൃതരാഷ്ട്രർ ഇത് അംഗീകരിച്ചു. അങ്ങനെ കർണൻ അംഗദേശത്തെ രാജാവായി. അങ്ങനെ കർണനും അർജുനനും തമ്മിൽ അവിടെ ഏറ്റുമുട്ടുകയുണ്ടായി. ആ യുദ്ധത്തിൽ പക്ഷേങ്കിൽ പരിണിത ഫലം ഒന്നും തന്നെ ഉണ്ടായില്ല. അതിവേഗം തന്നെ സൂര്യൻ അസ്തമിക്കുകയും അതോടുകൂടി ആ മത്സരം അവിടെ അവസാനിക്കുകയും ചെയ്തു. കർണൻ പിന്നീട് ദുര്യോധനൻ്റെ പക്ഷത്ത് തന്നെ ചേർന്നു. കാരണം അത്രയും അപമാനം സഹിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ കർണനെ സഹായിക്കാൻ ദുര്യോധനൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കർണൻ അങ്ങനെ ചെയ്തതിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ദുര്യോധനൻ പാണ്ഡവരെ അരക്കിലം വെച്ച് അതിൽ കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കർണൻ ദുര്യോധനനോട് ഇത് ധർമ്മമല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ കർണൻ്റെ വാക്കുകൾ ദുര്യോധനൻ അന്നേരം ഒന്നും ചെവിക്കൊള്ളുന്നില്ല. എന്നാൽ കർണൻ തൻ്റേതായ ധർമ്മം ദാനധർമ്മത്തിലൂടെയാണെങ്കിലും
മറ്റുമൊക്കെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പാവങ്ങൾക്ക് ദാനം കൊടുക്കുന്നതിലാണെങ്കിലൊക്കെ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കർണൻ. എന്നാൽ പിന്നീട് കർണൻ കഥയിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് വരുന്നത് പാഞ്ചാലിയുടെ സ്വയംവര സമയത്താണ്. പാഞ്ചാലിയുടെ സ്വയംവര സമയത്ത് കർണൻ അവിടെ മത്സരത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയുണ്ടായി. കർണൻ അവിടെ പോവുകയും ആ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ കർണൻ വിജയിക്കാറായപ്പോൾ പാഞ്ചാലി പറയുകയുണ്ടായി താൻ ഒരു സൂതപുത്രനെ ഒരിക്കലും വിവാഹം കഴിക്കില്ലെന്ന്. അവിടെയും കർണൻ അപമാനിക്കപ്പെട്ടു. ആ വിദ്വേഷം കർണൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് പാഞ്ചാലിയുടെ വിവാഹമെല്ലാം കഴിഞ്ഞിട്ട് പാണ്ഡവർ തിരിച്ചു വരികയും പിന്നീട് അവർ ഇന്ദ്രപ്രസ്ഥം എന്ന രാജ്യം ഉണ്ടാക്കുകയും അതിനുശേഷം പിന്നീട് നടക്കുന്ന പ്രധാന സംഭവം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും ചൂതുസഭയുമാണ്. ചൂതുസഭയുടെ സമയത്തും പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്തും കർണൻ ദുര്യോധനൻ്റെ കൂടെ തന്നെയായിരുന്നു. ആ സമയത്ത് പാഞ്ചാലിയെ വേശ്യ എന്ന് പോലും കർണൻ വിളിക്കുകയുമുണ്ടായി. എന്നാൽ പിന്നീട് കഥ മാറുകയാണ്. അതിനുശേഷം പാണ്ഡവർ വനവാസത്തിലേക്ക് പോകുന്നു. ഈ സമയമാണ് കർണൻ്റെ ശക്തി ശരിക്കും പ്രകടമാകുന്നത്. കർണൻ ഈ സമയം പാണ്ഡവർ വനവാസത്തിലായിരുന്ന സമയം ദുര്യോധനന് വേണ്ടി ദിഗ്വിജയ എന്ന് പറയുന്ന വിജയം നേടുകയുണ്ടായി. അതായത് ഭാരതവർഷത്തിലെ സകല പ്രദേശങ്ങളിലെ രാജാക്കന്മാരെ കർണൻ കീഴടക്കുകയും ദുര്യോധനന് വേണ്ടി അവരെ എല്ലാം തോൽപ്പിക്കുകയും കർണൻ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും സാമർഥ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കർണൻ. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണൻ ദുര്യോധനൻ്റെ പക്ഷത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ്. അതിനുശേഷം വിരാട യുദ്ധമാണ്. വിരാട യുദ്ധത്തിലും കർണൻ അർജുനനോട് ഏറ്റുമുട്ടുകയുണ്ടായി അജ്ഞാതവാസ കാലത്തിൻ്റെ അവസാന സമയത്ത്. പിന്നീട് കർണൻ മഹാഭാരത യുദ്ധത്തിന്, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ആ സമയത്താണ് കർണൻ തൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നത്. അതായത് താൻ കുന്തിയുടെ പുത്രനാണെന്ന് കർണൻ ശ്രീകൃഷ്ണനിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നോട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. എന്നാൽ കർണൻ തൻ്റെ മിത്രമായ ദുര്യോധനൻ്റെ പക്ഷത്ത് മരിക്കേണ്ടി വന്നാൽ പോലും താൻ ഉറച്ചു നിൽക്കുമെന്നും ആ അപമാനത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആപത്തിൻ്റെ സമയത്ത് തന്നെ സഹായിച്ച ദുര്യോധനനാണ് തനിക്ക് ഏറ്റവും വലുതെന്നും ഈ ദുര്യോധനന് വേണ്ടി മൃത്യു വരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ലെന്നും കർണൻ പറഞ്ഞു. കർണന് അപ്പുറത്ത് പാണ്ഡവരുടെ പക്ഷത്ത് പോയാൽ പാഞ്ചാലിയെയും അതുപോലെ തന്നെ ഹസ്തിനപുരത്തിൻ്റെ സിംഹാസനവും കിട്ടുമായിരുന്നു. എന്നാൽ കർണൻ തൻ്റെ ധർമ്മം ദുര്യോധനൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു. യുദ്ധത്തിൽ പങ്കെടുക്കാൻ കർണൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കർണന് പിന്നീട് ഈ സമയത്ത് ഇന്ദ്രദേവൻ വന്ന് ചതിക്കുകയാണ്. യുദ്ധത്തിനു മുമ്പ് കർണനോട് തൻ്റെ കവചകുണ്ഡലങ്ങൾ ദാനമായി ഇന്ദ്രദേവൻ ആവശ്യപ്പെടുകയുണ്ടായി. കർണൻ വളരെയധികം ധർമ്മിഷ്ഠനായതുകൊണ്ടും ദാനധർമ്മം ചെയ്യേണ്ടത് തൻ്റെ ധർമ്മമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല അർജുനനെ തോൽപ്പിക്കാൻ തനിക്കൊരു ദിവ്യ കവചത്തിൻ്റെയും ആവശ്യമില്ല എന്നും പറഞ്ഞ് കവചകുണ്ഡലം ഇന്ദ്രന് ദാനമായി കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇതിന് പകരമായി കർണന് സംപ്രീതനായ ദേവേന്ദ്രൻ കർണനൊരു അസ്ത്രം കൊടുക്കുകയുണ്ടായി. ആ അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അസ്ത്രം ഈ 6 പേര് പറഞ്ഞു വിട്ടാലും ആ വ്യക്തിയെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം അസ്ത്രമായിരുന്നു അത്. കർണൻ അത് അർജുനനെ കൊല്ലാമെന്ന വിചാരത്തോടു കൂടിയാണ് മേടിച്ചു വെച്ചത്. പിന്നീട് യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധത്തിൽ ആദ്യ ദിവസങ്ങളിൽ ഭീഷ്മർ ഒരിക്കലും കർണനെ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചില്ല. കാരണം ഭീഷ്മർക്ക് മുമ്പിൽ കർണൻ സ്വയം സമർപ്പിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നത്. പക്ഷേ എന്നാൽ അത് കുന്തി ഭീഷ്മരോട് പറഞ്ഞത് കാരണമായിരുന്നു കർണനെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നത്. കാരണം കുന്തിക്ക് തൻ്റെ പുത്രനായ കർണൻ വധിക്കപ്പെടുമോ എന്ന പേടിയുണ്ടായിരുന്നു. എന്നാൽ ഭീഷ്മരെ അർജുനൻ തോൽപ്പിച്ച ശേഷം, അതായത് ശിഖണ്ഡി ഭീഷ്മരെ നിരായുധനാക്കി, അതിനുശേഷം അർജുനൻ ശരശയ്യയിൽ ആക്കി ഭീഷ്മരെ. അതിനുശേഷം കർണൻ രണാങ്കണത്തിൽ പ്രവേശിക്കുകയും അർജുനുമായി പലപ്പോഴും ഏറ്റുമുട്ടുകയും ചെയ്തു. കർണൻ യുദ്ധത്തിൽ വളരെയധികം വിനാശകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ പലപ്പോഴും നടത്തുകയുണ്ടായി. കർണൻ അർജുനൻ യുദ്ധം പലപ്പോഴും കാണുകയുമുണ്ടായി. എന്നാൽ ആർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം, അതായത് ജയദ്രഥൻ്റെ വധത്തിന് ശേഷം കർണൻ അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദുര്യോധനാൽ നിർബന്ധിതനാവുകയാണ്. ആ സമയം തനിക്ക് കിട്ടിയ ദേവേന്ദ്രനിൽ നിന്ന് കിട്ടിയ വേല ആ സമയം ഉപയോഗിക്കാമെന്ന് കർണൻ വിചാരിച്ചു. എന്നാൽ ആ സമയം ശ്രീകൃഷ്ണൻ മറ്റൊരു ചതി കാണിക്കുകയാണ്. കടോൽഗജൻ എന്ന ഭീമൻ്റെ പുത്രനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നു. കടോൽഗജൻ്റെ ഭയങ്കരമായ ആക്രമണത്തിൽ കൗരവസേന തുടർച്ചയായി നാശങ്ങൾ നേരിട്ടു. ദുര്യോധനനെ പോലും വധിക്കുമെന്നൊരു സ്ഥിതിയുണ്ടായി. ആ സമയത്ത് കർണന് തൻ്റെ വേലുപയോഗിച്ച് കടോൽഗജനെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ അർജുനനെ ശ്രീകൃഷ്ണൻ ആ വേലിൻ്റെ ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. വേല് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ കർണനും അർജുനനും പിന്നീട് സമന്മാരാവുകയാണ്. അതോടുകൂടി തന്നെ രണ്ടുപേരുടെ യുദ്ധം പലപ്പോഴും സമാസമമായ രീതിയിൽ മുമ്പോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. കർണൻ്റെ
ശക്തി ശരിക്കും പ്രകടമാകുന്നത് മഹാഭാരത യുദ്ധത്തിൻ്റെ 17ാമത്തെ ദിവസമാണ്. അന്ന് കർണൻ തൻ്റെക്ക് ഗുരുദേവനിൽ നിന്നും കിട്ടിയ വിജയധനുസ്സുമായാണ് യുദ്ധത്തിൽ നിന്നത്. വിജയധനുസ്സുള്ള വ്യക്തിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അർജുനൻ ആകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ശരിക്കും പാടുപെട്ടു. കർണൻ നാഗാസ്ത്രം പ്രയോഗിച്ച് അർജുനനെ ബോധം കെടുത്തി. എന്നാൽ കൃഷ്ണൻ പിന്നീട് അർജുനനെ തട്ടി വിളിക്കുകയും കർണൻ്റെ നാഗാസ്ത്രത്തിൽ നിന്ന് ശരിക്കും കൃഷ്ണൻ രഥത്തിൻ്റെ സാരഥി ആയതുകൊണ്ട് കൃഷ്ണൻ രഥം താത്തിയത് കൊണ്ട് മാത്രമാണ് അർജുനൻ രക്ഷപ്പെട്ടത്. എന്നാൽ പോലും അർജുനൻ ബോധരഹിതനായി നിലത്ത് വീണു. കൃഷ്ണൻ അർജുനനെ തട്ടി വിളിച്ചു. പിന്നീട് അവിടെ നടക്കുന്നത് വലിയൊരു ചതിയാണ്. കർണനെ തോൽപ്പിക്കുന്നത് വലിയൊരു ചതിയിലൂടെയാണ്. കൃഷ്ണൻ യുദ്ധത്തിനുള്ള വിളി കേൾക്കാതെ രഥവുമായി പോകുന്നു. കർണൻ പുറകെ പോവുകയാണ് തൻ്റെ രഥത്തിൽ. അപ്പോൾ കർണൻ്റെ രഥം ചെളിക്കുണ്ടിൽ വീഴുന്നു. ഈ സമയം കർണൻ രഥം എടുക്കാൻ വേണ്ടി ഭൂമിയിലോട്ട് ഇറങ്ങിയ നിമിഷം കൃഷ്ണൻ അർജുനനോട് കർണനെ യുദ്ധത്തിൽ വെല്ലുവിളിക്കാൻ വേണ്ടി പറയുന്നു. അർജുനൻ കർണനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. പക്ഷേ കർണന് ആ സമയം തൻ്റെ രഥം എടുക്കേണ്ടതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം പറഞ്ഞു തൻ്റെ ഈ രഥം എടുക്കുന്നതോളം വരെ സമയം തനിക്ക് അനുവദിക്കണമെന്ന് പറയുന്നു. എന്നാൽ അർജുനൻ അതിന് തയ്യാറാകുന്നില്ല. അന്നേരം കർണൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കും, അങ്ങനെ ഈ സമസ്ത വിശ്വവും നശിക്കും, നീ അധർമ്മം ചെയ്താൽ ഞാനും അധർമ്മം ചെയ്യുമെന്ന് കർണൻ പറയുന്നു. എന്നാൽ കർണന് ആ സമയം ബ്രഹ്മാസ്ത്രം ആവാഹിക്കാൻ കഴിയുന്നില്ല. ആ സമയം കർണന് താൻ നേടിയ വിദ്യകളെല്ലാം പരശുരാമൻ്റെ ശാപം പോലെ നഷ്ടപ്പെടുകയാണ്. കർണന് ആ വിദ്യകൾ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം ശ്രീകൃഷ്ണൻ കർണനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം കർണൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ വിദ്യകളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന്. അന്നേരം കൃഷ്ണൻ പറയുന്നു, ഭഗവാൻ പരശുരാമൻ്റെ വാക്കുകൾ അങ്ങ് ഓർത്താലും അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന വിദ്യ എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ കർണൻ തൻ്റെ ദയനീയാവസ്ഥ പറയുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി താൻ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം കൃഷ്ണൻ കർണനോട് പറയുന്നുണ്ട്. നീ ദുര്യോധനൻ്റെ പക്ഷത്ത് നിന്നു, അതുകൊണ്ടാണ് നിനക്ക് ഇപ്പം ഈ അവസ്ഥ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവസാനം കർണൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ സാമർഥ്യം തെളിയിക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടുമോ കൃഷ്ണ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്രീകൃഷ്ണൻ പറയും, അങ്ങയുടെ കയ്യിലിപ്പം ധനുസ്സില്ല, അങ്ങയുടെ രഥചക്രം ഭൂമിയിലാണ്, അങ്ങ് പഠിച്ച വിദ്യകളൊക്കെ അങ്ങേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൻ്റെ ലാഭം മുതലാക്കി ഞങ്ങൾ അങ്ങയെ കൊല്ലേണ്ടി വന്നിരിക്കുകയാണ്. ഇത് തന്നെ അങ്ങയുടെ സാമർഥ്യത്തിൻ്റെ പ്രതീകമല്ലേ, പ്രമാണമല്ലേ രാധേയ എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. അത് തന്നെ കാണിച്ചു തരുന്നത് കർണൻ അത്രയും ശക്തനായൊരു യോദ്ധാവാണെന്നാണ്. അതിനുശേഷം കർണൻ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അർജുനൻ കർണനെ അതിനുശേഷം അഞ്ജലി അസ്ത്രം ഉപയോഗിച്ച് വധിക്കുകയാണ്. അപ്പം ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതൊരു ഗുഡ് ബൈ.